മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിരിക്കുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു ആറ്റുകാൽ പൊങ്കാലയാണ് നടന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ അഭിമാനത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുന്ദരം എന്ന് പറയുന്നത് വെറുതെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതല്ല. നമുക്കറിയാം, ഒരു ഭാഗത്ത് അധികാരം നഷ്ടപ്പെട്ടിട്ട് വിറളി പൂണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത്. ആര്യ രാജേന്ദ്രനും കൂട്ടരുമൊക്കെ അവിടെ 8 നിലയിൽ പൊട്ടിയതുമായി ബന്ധപ്പെട്ട് വിറളി പിടിച്ചാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അതേ ഇടതുപക്ഷമാണ് കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് തന്നെ അവർ ആവുന്നത് പോലെ ഭരണ സംവിധാനങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കുടി പോലും മുട്ടിച്ചു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. ഈ ആറ്റുകാൽ പൊങ്കാല തുടങ്ങിയ സമയം മുതൽ ഏറ്റവും ഒടുവിൽ 12:30 കൂടിയിട്ട് രാത്രി നട്ടപ്പാതിര നേരത്ത് ഈ വി രാജേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതോട് കൂടിയിട്ടാ യഥാർത്ഥത്തിൽ ഒരു സമാധാനമായത്. ഇതൊന്ന് സുന്ദരമായിട്ട് നടക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. മറ്റൊന്നുമല്ല, അധികാരം നഷ്ടപ്പെട്ട ഒരു ഭാഗത്തുള്ള ഇടതുപക്ഷം എന്ന് പറയുന്നത്, കമ്മികൾ എന്ന് പറയുന്നത്, അവർ എന്ത് നെറുകേടുമായിട്ട് രംഗത്തെത്തും. അവർക്ക് വിശ്വാസങ്ങളെയൊക്കെ പുല്ലുവിലയാണ് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമല്ലേ. അവർ പരാജയം ഏറ്റെടുത്ത് വിജയിച്ചവരെ ഏത് രീതിയിലും അവര് തോന്നിയത് വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തും. നമ്മൾ കണ്ടതല്ലേ, വെള്ളം കുടി പോലും അവര് മുട്ടിച്ചില്ലേ. ഒരു ഭാഗത്ത് ഡോക്ടേഴ്സ് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ഈ രംഗത്ത് വന്നില്ലേ. തൊഴിലാളികൾ അവർക്ക് തോന്നിയതുപോലെ, ഉദ്യോഗസ്ഥ വർഗം ഇടതുപക്ഷത്തോട് കൂറുള്ള സകലരും ഇടഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ഇവിടെയൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് ആ ഒരു മനുഷ്യരുണ്ടല്ലോ, ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ, ഒരു ഒന്നൊന്നര ലീഡർ എന്ന് തന്നെ അദ്ദേഹത്തെ പറയാൻ സാധിക്കൂ. അദ്ദേഹം കൃത്യമായിട്ട് ഓരോന്നും പടിപടിയായിട്ട് അദ്ദേഹം ചെയ്തു. അദ്ദേഹം കൃത്യമായിട്ട് വെള്ളം മുട്ടിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഏത് ജില്ലയിൽ നിന്നും ഞങ്ങൾ വെള്ളം എത്തിക്കുമെന്ന് പ്രഖ്യാപനം മാത്രമല്ലായിരുന്നു, ഓരോ വാർഡുകളിലേക്കും ഓരോ ടാങ്കറുകൾ കൃത്യമായിട്ട് എത്തിച്ചു. വെള്ളമില്ലാത്തതിനെ കുറിച്ച് തിരുവനന്തപുരം ജനത അറിഞ്ഞില്ല. വ്യക്തമായിട്ട് ഇനി ഡോക്ടേഴ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മേയർ പ്രഖ്യാപിച്ചു, 100 കണക്കിന് ഡോക്ടേഴ്സ് ഇതിനോടകം തന്നെ വന്ന് സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആര് വരില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ പൊങ്കാല നടത്തുമെന്ന് മേയർ നട്ടെല്ല് നിവർത്തി പ്രഖ്യാപിച്ചു. അതിലൂടെ എന്ത് സംഭവിച്ചു? ഗവൺമെന്റ് ഡോക്ടേഴ്സ് തന്നെ വരാമെന്ന് പ്രഖ്യാപനം വന്നു. എന്നിരുന്നാലും പ്ലാൻ ബി ആയിട്ട് മേയർ ഡോക്ടർമാരുടെ സംഘത്തെ പോലും റെഡിയാക്കി. ഇത് മാത്രമാണോ? തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് സേവാഭാരതി ഉൾപ്പെടെ നിരവധി സന്നദ്ധ സംഘടനകൾ രംഗത്തെത്തി. സേവാഭാരതിയൊക്കെ സകല സഹായവുമായിട്ട് തിരുവനന്തപുരം നഗരത്തിന്റെ നാനാഭാഗങ്ങളിലും നിറഞ്ഞു നിന്നു. ഈ ഒരു ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഒരു ചരിത്രം തന്നെയാ സൃഷ്ടിച്ചത്. ഏറ്റവും സുന്ദരമായൊരു ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരം മേയറെ വി രാജേഷ് വലിയ രീതിയിൽ തന്നെ നേതൃത്വം കൊടുത്തു. കമ്മികൾ ആവുന്നതുപോലെ അവർ പണിയെടുത്തു. എന്നാൽ സകലതിനെയും മറികടന്നു. ഈ വൃത്തിയാക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് കമ്മികള് ഈ നിവേദ്യം കഴിഞ്ഞതോടുകൂടി, ആറ്റുകാൽ പൊങ്കാല നിവേദ്യം കഴിഞ്ഞതോട് കൂടിയിട്ട് പരമാവധി കമ്മികള് ഈ വേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഫോട്ടോകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതൊക്കെ മിനിറ്റുകൾക്കകം തന്നെ തകർന്ന് തരിപ്പണായി. കാരണം എന്താ, വി രാജേഷ് തന്നെ രംഗത്തെത്തിയിട്ട് നിങ്ങൾ കണ്ടില്ലേ. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എത്ര സുന്ദരമായിട്ടാണ് വി രാജേഷ് ഓരോ മേഖലയും കൈകാര്യം ചെയ്തിട്ടുള്ളത്. 2:15 പൊങ്കാല നിവേദ്യം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുവാൻ ആരംഭിച്ചു. ഇപ്പോഴും ഫീൽഡിലാണ്. തീരുമാനിച്ചതിലും നേരത്തെ തന്നെ നഗരം പൂർണ്ണമായും ശുചീകരിക്കാൻ സാധിക്കും. 8:30 തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൃത്രിമ മഴ പെയ്യിച്ച് നഗരം കഴുകി വൃത്തിയാക്കി തുടങ്ങും. അതിനുശേഷം നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങളിലും കൃത്രിമ മഴ പെയ്യിക്കും. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്, ഈ ഒരു പോസ്റ്റ് വന്നത് മുതൽ നമ്മളൊക്കെ ആ കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്ന ഒരു സമയം വരെ കാത്തിരിക്കുക. അതുവരെ ഒന്ന് സുന്ദരമായിട്ട് നടക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച്
അദ്ദേഹം കളത്തിലിറങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അദ്ദേഹം 12:30 കൂടിയിട്ട് മറ്റൊരു പോസ്റ്റ്. രാത്രി ഒരു മേയറാ. സാധാരണ 5 മണിയായാൽ സകല പഞ്ചായത്ത് പ്രസിഡന്റുമാരും മേയർമാരും MLA മാരും വീട്ടിലേക്കോടും. ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് അട്ടപ്പാതിര നേതൃത്വം മറ്റൊരു പോസ്റ്റ് വരിക. നാടിന് വേണ്ടി അദ്ദേഹം നേതൃത്വം കൊടുക്കുക. തൊഴിലാളികൾക്കൊപ്പം അദ്ദേഹം നിൽക്കുന്നത്. ഞാൻ ഈ ഫോട്ടോ ഇവിടെ കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ? ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. പൊങ്കാലയ്ക്ക് ശേഷമുള്ള നഗര ശുചീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വഞ്ചിയൂർ കോടതി പരിസരത്ത് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ശ്രീ MR ഗോപന്, ശ്രീമതി GS മഞ്ജു, കൗൺസിലർ നീറമൺകര ഹരി, ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ശശികുമാർ, കോർപ്പറേഷൻ ജീവനക്കാർ എന്നിവർക്കൊപ്പം അദ്ദേഹം 12:30 കൂടിയിട്ട് രാത്രി പോസ്റ്റ് ചെയ്യുക. അദ്ദേഹം അതായത് എണ്ണയിട്ട യന്ത്രം പോലെ അദ്ദേഹം ആളുകളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. ഒരു ലീഡർ എന്താണ് എന്ന് മേയർ തെളിയിച്ചു കഴിഞ്ഞു. BJP ആദ്യ പരീക്ഷ 100%, അതായത് 100-ൽ 100 മാർക്കോടുകൂടെ വിജയിച്ചു എന്നുള്ളത് തന്നെയാ മലയാളികൾ തിരിച്ചറിയുന്നത്. ഒരു ഭാഗത്ത് കേരളം അടക്കി ഭരിക്കുന്ന ഇടതുപക്ഷം, ഒരു ഭാഗത്തെ ഏറ്റവും ഒടുവിൽ നിങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ, ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തുള്ള വെള്ളക്കെട്ട് പോലും അത് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് ചെയ്തില്ലോ എന്ന് പറഞ്ഞത്. അതും ഒടുവിൽ കൃത്യമായിട്ട് മേയർ തന്നെ ഈ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു, അത് ട്രസ്റ്റിന്റെ സ്ഥലമാണ്, അവിടെ കോർപ്പറേഷൻ ഒരു അധികാരവുമില്ല, അവിടെ അവരുമായി ബന്ധപ്പെട്ട് ഓരോ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലം, അത് ട്രസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ട ഒരു അധികാരവുമില്ല. അതും ആ പ്രചരണവും കമ്മികളും നടത്തിയ ഓരോ പ്രചരണങ്ങൾക്കും പോലും കൃത്യമായ മറുപടികൾ. ഇത് മാത്രമാണോ? പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ട് കൊള്ള നടത്തിയില്ലേ? ഓരോ ഭാഗത്തും 400, 500, 600, 700, 800 രൂപയൊക്കെ ഓരോ കാറ് പാർക്ക് ചെയ്യുന്നതിന്. ഇനി ഏറ്റവും ഒടുവിൽ ചുടുകല്ലിന് പോലും അമിത വില വാങ്ങുക, തോന്നിയതുപോലെ വില വാങ്ങുക. സകലത്തിലും മേയറുടെ നേതൃത്വത്തിൽ ഇടപെടലുകൾ നടന്നു. ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായി നടന്നിട്ടുള്ളൊരു ആറ്റുകാൽ പൊങ്കാലയാ ഈ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു പരീക്ഷ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിൽ ഈ ഒരു ദിവസം എങ്ങനെ കടന്നു പോയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നോക്കി നിന്നതായിരുന്നു. ലീഡർ VV രാജേഷ് ഏതൊരു മലയാളിയും കൈയടിക്കേണ്ട രീതിയിൽ VV രാജേഷ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഈ വരുന്ന നിയമസഭാ ഇലക്ഷന്റെ പടിവാതിൽക്കല ഈ ആറ്റുകാൽ പൊങ്കാല നിൽക്കുന്നത്. ഏത് വിധേനയും VV രാജേഷിന്റെ ഇമേജ് തകർക്കാൻ ഒരു ഭാഗത്ത് സകല സംവിധാനങ്ങളുമായിട്ട് ഇടതുപക്ഷം നിൽക്കുക, ഇവരോ തോളോട് തോൾ ചേർന്ന് കോൺഗ്രസ് ഉണ്ട് ഒരു ഭാഗത്ത്. അപ്പൊ ഇവരെ മറികടന്നിട്ട് ഒന്നും സംഭവിക്കാതെ സുന്ദരമായിട്ട് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല നടത്തുക എന്നുള്ളതിൽ BJP 100-ൽ 100 മാർക്ക് നേടിയിരിക്കുന്നു. വെള്ളം കുടി മുട്ടിച്ചു നോക്കി, നടന്നില്ല. VV രാജേഷ് മറികടന്നു. മാലിന്യവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അതുണ്ട് എന്ന് പറഞ്ഞു, അതും മറികടന്നു. കൃത്രിമ മഴ പെയ്യിപ്പിച്ചു. ഇതൊക്കെ ചരിത്രമല്ലേ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് കൊള്ള നടത്തിയ ഒരു ഭാഗത്ത് അത് മറികടന്ന് അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു. ഓരോ വർഷവും ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. ഇത്തവണയൊക്കെ വലിയ രീതിയിൽ ആളുകൾ കൂടി ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ വലിയ സുന്ദരമായിട്ട് ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരം കോർപ്പറേഷൻ VV രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തി എന്നുള്ളത് മലയാളികൾ ഒന്നടങ്കം കൈയടിക്കുക. എങ്ങനെ ഈ കമ്മികളും ഈ പറയുന്ന കൊങ്ങികളൊക്കെ ഈ ആക്രമിക്കുന്നതിനെ മറികടക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ രീതിയിൽ മലയാളികൾ നോക്കി നിന്നിരുന്നത്. സുന്ദരമായിട്ട് VV രാജേഷിന്റെ നേതൃത്വത്തിൽ അതിനെയൊക്കെ മറികടന്ന് സുന്ദരമായി ആറ്റുകാൽ പൊങ്കാല നടന്നിരിക്കുന്നു. കേരളം ഭരിക്കാൻ BJP എന്തുകൊണ്ടും കേരളത്തിലെ ലീഡേഴ്സ് തന്നെ അതിന് യോഗ്യരാണ് എന്നുകൂടിയാണ് BJP ഇതിലൂടെ തെളിയിച്ചിട്ടുള്ളത്. മലയാളികൾ ഒന്നടങ്കം VV രാജേഷിന് കൈയടിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇത്ര സുന്ദരമായിട്ട് വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച് വലിയ ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത VV രാജേഷിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു.